ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ടീ കേക്കാണ്, ഹോട്ട് മിൽക്ക് കേക്ക്. സൂപ്പർ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 മുട്ട വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ ആഡ് ചെയ്യാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ തന്നെ നല്ല ഫ്ലഫി ആകുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും, നല്ല ക്രീമി ടെക്സ്ചറിലായി വരും. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഡബിൾ സൈസ് ആകുന്നവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലിട്ട് ഇതേപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്തത്. അത് നന്നായി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ വെച്ച് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സിങ് ചെയ്യണ്ട, ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ചേരുവയായ പാല് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലും 50 ഗ്രാം ബട്ടറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ആഡ് ചെയ്തത്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതാണ്. ഇതേപോലെയുള്ള ഒരു ലോഫ് ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ബട്ടർ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻറ്റേ ഉള്ളൂ. ഹോട്ട് മിൽക്ക് കേക്ക് തന്നെയാണ് അതും. അത് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ കേക്കാണ്. നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഹോട്ട് മിൽക്ക് കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.